ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൽസ്. ഇന്നത്തെ വീഡിയോ നോമ്പുകാലത്ത് ഒരുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നോമ്പിന് ഒരുപാട് സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് നല്ല രുചിയേറിയ റെസിപ്പീസാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അതെങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നും എങ്ങനെ എത്ര കാലം ഉപയോഗിക്കാമെന്നൊക്കെ ഞാനൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. റമദാനിലെ 2 ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പൊക്കെ നമുക്ക് ഇതുപോലെ സ്നാക്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇബാദത്തിന് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് നല്ല നാടൻ ടേസ്റ്റിലുള്ള വെജിറ്റബിൾ സമൂസ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പോളം ഓണിയൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളിയാണ്. ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഗ്രീൻ പീസ് ഫ്രോസൺ ഇല്ലാന്നുണ്ടെങ്കിൽ വേവിച്ച ഗ്രീൻ പീസ് ലാസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ക്യാരറ്റ് ഒന്ന് വെന്ത് വരട്ടെ. അപ്പം ഞാനിവിടെ 4 പൊട്ടാറ്റോ ഉപ്പ് ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലപോലെ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൽ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ സ്മാഷ് ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു റെസിപ്പിയിൽ. ഒരുപാട് ഓയിൽ യൂസ് ചെയ്യരുത് നമ്മൾ ഫ്രോസണൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ഇത് മറ്റൊരു ബൗളിലോട്ടാക്കിയിട്ട് ഇത് സമൂസ ഷീറ്റിൽ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ രുചിയുള്ള ഒരു മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മസാല വെച്ചിട്ട് എങ്ങനെയാണ് സമൂസ ഷീറ്റിൽ ഫില്ല് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിത് സമൂസ ഷീറ്റ് റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അതിതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്യാൻ അറിയാത്തവർക്കൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇനി നമുക്ക് മസാല ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 സ്പൂണോളം മസാല ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്തിട്ട് മൈദ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു റെഡിമെയ്ഡായിട്ടുള്ള സമൂസ ഷീറ്റ് വെച്ചിട്ടുള്ള സമൂസകൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ നമുക്കൊട്ടും പേടിക്കാനൊന്നുമില്ല. കാരണം ഇത് ഒട്ടി പിടിക്കുകയൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിബ്ലോ ബാഗിലോ വെച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാവുന്നതാണ്. 2 ദിവസം വരെ നമുക്ക് താഴെ ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് 1 മാസം വരെ ഫ്രീസറിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം പുറത്തെടുത്ത് വെക്കുക കേട്ടോ. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് മാത്രം എടുത്ത് വെക്കുക. കൂടുതൽ സമയം പുറത്ത് വെക്കരുത്. പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒട്ടും ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റ് സമൂസ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ.
ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്കൊരു 10-25 സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനൊരു സിബ്ലോക്ക് ബാഗിലാണ് ഈ ഒരു സമൂസ വെച്ചേക്കുന്നത്. ഇത് ഒറ്റയായിട്ട് വെച്ചാലൊന്നും ഒരു കുഴപ്പമില്ല, ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് വിരുന്നുകാർ വന്നാലും അതുപോലെ കുട്ടിക്ക് ടിഫിനായിട്ട് കൊടുക്കാനും അതുപോലെ തന്നെ റമദാനിലൊക്കെ ഒരു 2 ദിവസം മുമ്പ് ഒരു മാസത്തേക്കുള്ളത് ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് അടുക്കളയിൽ കുറേ പണി അങ്ങ് കുറഞ്ഞിട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. ഇനി നമുക്ക് കോഴിയട എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്നും അതെങ്ങനെ ഫ്രോസൺ ചെയ്തെടുക്കാമെന്നൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് കരിഞ്ജീരകവും അതുപോലെ 1 ടീസ്പൂണ് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്തിട്ട് 1 സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നോർമൽ വാട്ടറാണ് ഇത്. കുറച്ച് ഒഴിച്ചു കൊടുത്ത് സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് ലൂസായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം സ്പൂൺ വെച്ച് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ കൈ വെച്ച് കുഴച്ചെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതിലോട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കാം. അതിനുശേഷം നമുക്ക് നിരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. കോഴിയട ആയതുകൊണ്ട് തന്നെ ഇതിൽ വെളിച്ചെണ്ണ ആയിരിക്കും ടേസ്റ്റ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് 1 കപ്പ് ഒരു 250 ml ഒരു കപ്പ് ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി എപ്പോഴും നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. എന്നാലേ അത് ഒരു കറി ആണെങ്കിലും അല്ലെങ്കിൽ മസാല ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ട് 2 നുള്ളി ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉള്ളി കുക്കായിട്ട് കിട്ടും. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി അതുപോലെ 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ചച്ചവ മാറുന്നത് വരെ, ആ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് 4 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. മസാല ഒക്കെ നല്ലപോലെ പിടിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് ചിക്കൻ ഷ്രെഡ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ബോൺലെസ് ചിക്കനാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോടൊരു 1/4 കപ്പ് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എരിവിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഡോ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കൈവച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു ഈക്വൽ പോർഷനോ ആക്കിയിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിത് ഒരു 3 പീസാക്കി എടുക്കുവാണ്. വേണമെങ്കിൽ ഇത് 2 പീസാക്കിയിട്ടും നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. കാരണം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണല്ലോ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും ഇത് പരത്തിയെടുക്കാവുന്നതാണ്. വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ല നീളത്തിൽ അങ്ങ് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കയ്യിൽ വെച്ച്. ശേഷം നമുക്ക് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്ത് ഇതൊന്ന് പരത്തിയെടുക്കാം. മിഡിൽ ടു എൻഡ് എന്ന രീതിയിൽ വേണം നമ്മൾ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ്. ഇതുപോലെ നമ്മൾ മിഡിലും എൻഡിലേക്ക് തിരിച്ച് വേണം പരത്തിയെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കും.
ഞാനിതൊരു ഓവൽ ഷേപ്പിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു അച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ടോ നമുക്ക് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു ഡോ നമുക്ക് വീണ്ടും ഉരുട്ടിയിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് അച്ചിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അച്ചുള്ളതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ്. ഇതുപോലെ നമുക്ക് കുറച്ച് മസാല ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം സൈഡിലൊന്ന് തടവി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഒന്ന് പ്രസ് ചെയ്ത് അട തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ അച്ചുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അട തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിലും നമുക്ക് ഈസിയാണ് ചെയ്തെടുക്കാൻ. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ആദ്യം ഫില്ലിങ് വെച്ച് കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ മടക്കിയെടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടോ വിരൽ വെച്ചിട്ടോ നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കി അടകളും തയ്യാറാക്കി എടുത്തിട്ട് ഇതുപോലെ കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തിട്ട് വേണം പ്ലേറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇത് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഞാൻ ബാക്കി അടകൾ കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്കൊരു 20-25 അട തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു ഡോ വെച്ചിട്ട് ഇതുപോലെ സർക്കിളിലൊന്ന് പരത്തിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സമൂസ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്താൽ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു മാവ് നമുക്ക് ലെഫ്റ്റ് ആവാതെ നമുക്ക് ഇതുപോലെ ഒന്ന് യൂസ് ആക്കാൻ പറ്റും. നമ്മുടെ കോഴിയടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫ്രോസൺ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഡോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മൈദപ്പൊടി വിതറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ അതായത് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഹാർഡായതിനു ശേഷം എടുത്തിട്ട് നമുക്ക് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഇതുപോലെ സിപ്ലോക്ക് ബാഗിലോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്ക് ഇത് 1 മാസം വരെ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇത് ആവശ്യമുള്ളപ്പം ഇതുപോലെ എടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം, ഇതിപ്പം 4-5 എണ്ണം ആണെങ്കിൽ അതുപോലെ 5 എണ്ണം എടുത്തിട്ട് നമുക്കിതുപോലെ എടുക്കുക. അതായത് 15 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് എടുത്തിട്ട് ഇതുപോലെ പുറത്ത് വെച്ചിട്ട് നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഒരിക്കലും ഒത്തിരി നേരത്തെ ഇത് പുറത്തെടുത്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വറുത്ത് കോരാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഴിയാടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല നാടൻ റെസിപ്പിയാണ്. നമുക്ക് നല്ല നാടൻ രീതിയിലുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് സമൂസ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതും എന്നും അതുപോലെ ഫ്രോസൺ ചെയ്തെടുക്കുന്ന രീതിയൊക്കെ ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നീളത്തിലരിഞ്ഞ 4 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലപോലെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലപോലെ വഴന്ന് കിട്ടണം. ഉള്ളി നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടാൻ ഞാൻ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത് എന്നിവ കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ടൊരു 1/4 കപ്പോളം മല്ലിയിലയും പിന്നെ വേവിച്ചെടുത്ത ബീഫ് ഇതുപോലെ
ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തത് അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് സമൂസ ഷീറ്റിൽ ഫില്ലിങ് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സമൂസ ഷീറ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഈ ഒരു ഫില്ലിങ് എന്ന് പറയുന്നത് നല്ല നാടൻ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമൂസയും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫ്രോസൺ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രോസൺ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സിപ്പ് ലോക്ക് ബാഗിൽ ഇട്ട് കൊടുത്തിട്ടും ഫ്രോസൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് അരമണിക്കൂർ മുമ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പ് ഇതുപോലെ എടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിത് വറുത്ത് കോരാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സമൂസ റെസിപ്പിയാണിത്. എല്ലാവരും റമദാനിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ സ്പ്രിംഗ് റോൾ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്നും ഫ്രോസൺ ചെയ്തെടുക്കുന്നതെന്നും നോക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് നല്ലപോലെ വഴറ്റി അതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചി, 1/4 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു 1/3 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സ്പ്രിംഗ് റോൾ ആയതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ചെറുതായിട്ടൊരു നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ക്യാരറ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ നമുക്ക് ക്യാബേജ് 1/2 കപ്പ് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാബേജ് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് ഷ്രെഡഡ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/4 കപ്പ് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ടിനി 1 ടീസ്പൂണ് ഹോട്ട് സോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലോട്ടിനി 1 ടീസ്പൂണ് സോയ സോസും ചേർത്ത് കൊടുക്കാം. ഹോട്ട് സോസും സോയ സോസും കൂടെ ഒന്ന് നല്ലപോലെ നമുക്ക് ഈ ഒരു മസാലയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മസാല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോളിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ എങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പ്രിംഗ് റോളിൻ്റെ പാസ്ട്രി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ആണെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. അതുപോലെ കുറച്ച് സ്ലോലി ഒന്ന് എടുത്താൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഷീറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ കുറച്ച് മൈദ മിക്സ് എടുത്താൽ മതി. ഇതാ ഇത്രയേ ഉള്ളൂ പണി. ബാക്കിയെല്ലാം നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സിപ്ലോ ബാഗിൽ ഞാൻ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡേറ്റും എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് ഇതുപോലെ എഴുതി കൊടുത്താൽ നമുക്ക് കറക്റ്റ് 1 മന്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ സ്പ്രിംഗ് റോൾ മൊത്തം തന്നെ നമ്മൾ ഒരു സിപ്ലോക്ക് ബാഗിൽ മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടെയ്നറിൽ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നമുക്കിത് ലോക്ക് ചെയ്തതിന് ശേഷം ഫ്രീസറിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒരു 15 മിനിറ്റ് മുമ്പെയോ ഒരു അരമണിക്കൂർ മുമ്പെയോ പുറത്ത് ആവശ്യത്തിനെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു.
യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.